ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു മോമോസ് തയ്യാറാക്കാമേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം സവോള, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെ നമ്മൾ അതിന് മുന്നേ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് നുള്ളി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ചേർക്കണം. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. മല്ലിയിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് സോയാ സോസ് ഇതെല്ലാം നമുക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു നമുക്ക് നല്ലപോലെ ചപ്പാത്തിയെക്കാട്ടി കുറച്ചും കൂടെ കനം കുറച്ച് നമുക്ക് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുഞ്ഞു കുഞ്ഞതായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് വട്ടത്തിന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും സംഭവം എടുക്കാമേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ പരത്തിയിട്ട് വട്ടം പോലെ നമ്മൾ കട്ട് ചെയ്ത സംഭവം മാറ്റിയിട്ട് അതിൽ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളുടെ ഒരു കലാവിരുത് പോലെ നമുക്ക് മോമോസിൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. അറിയാവുന്നുള്ള പോലെ എനിക്കറിയാവുന്നുള്ള പോലത്തെ രീതിയിൽ ഏകദേശമൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ മാവ് ഫുൾ നമുക്ക് ഫില്ലിങ് തീരുന്നത് വരെ സംഭവം റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ആക്കി ഏകദേശം ഇതൊക്കെ മതി. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി കുട്ടവും വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളമൊക്കെ വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് എണ്ണ നമ്മൾ കുറച്ച് തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിനെ നമുക്ക് ഇതിലോട്ട് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ അവസാനം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിൽ ഓരോന്നും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മൊമോസും അതിന് പുറത്ത് കറക്റ്റായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും മൊമോസ് റെഡിയാവും. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു മാവൊന്ന് കുക്കായി വന്നാൽ മതി. പിന്നെ നമ്മുടെ ക്യാരറ്റും സവോളൊക്കെ അതിൽ ആ ഒരു സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം കുക്കായി വന്നോളും. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പയ്യെ നിരത്തി എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നല്ല അടിപൊളി മോമോസാണേ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ലതായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പയ്യെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് റെഡിയായി. കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ, നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി ഒരു ചട്നിയും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് നമുക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കൊരു മിക്സിയിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ച് മാറ്റണം. പിന്നെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഈ അരച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഏകദേശം ആ ഒരു മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമല്ലോ. ചൂടായി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ നമ്മുടെ സോയ സോസില്ലേ, ഒരു ഫ്ലേവറിന് ആ ഒരു ടേസ്റ്റ് ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സോയ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അത് കുറച്ച് മതി, ഒരടപ്പ് കുറച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ആ ഒരു ഇതുവരെ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സോസ് റെഡിയായി. അപ്പോൾ നമുക്ക് മൊമോസും നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.